ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം പിന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്ന 5 പേർക്ക് ഫ്രീ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു. നന്നായി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. അതിൽ 5 പേർക്കെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ കോണ്ടാക്ട് ചെയ്ത എല്ലാവർക്കും റീഡിംഗ് കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാൻ യൂണിവേഴ്സ് എന്നെ സഹായിച്ചു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നന്ദി. എന്തായാലും ഇനി നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസായിട്ട് ഇടുന്നതെല്ലാം ജനറൽ റീഡിങ് മാത്രമാണ്. അത് എല്ലാവർക്കും റെസിനേറ്റ് ആവണം എന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ശരിയായ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് കിട്ടണമെങ്കിൽ പേഴ്സണൽ റീഡിങ് തന്നെ എടുക്കേണ്ടി വരും. എങ്കിലാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് കിട്ടുക. നമുക്കിന്ന് ഈ ആഴ്ച ഇന്നൊരു പുതിയ ആഴ്ച തുടങ്ങുകയില്ലേ, ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. ആരുടെയൊക്കെ എനർജിയാണ് എനിക്ക് കണക്റ്റ് ആവുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇത് ഒരു റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ്. സ്നേഹബന്ധം, അങ്ങനെ ഒരു ബന്ധങ്ങളുള്ള ഒരു എനർജിയാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഇതിൽ അവർ ആ ഒരു ബന്ധത്തെ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നല്ല കെയറിങ്ങോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ്. അവരത് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അവരുടെ മനസ്സിനോട് ജീവിതത്തോടും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ബന്ധമാണ്. അവർക്ക് എന്താണ് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് നോക്കാം. ടെമ്പറൻസ് എന്നുള്ളൊരു കാർഡാണ്. ഇവർ എന്ത് തന്നെയായാലും അവർ ഒരുമിച്ച് രണ്ടുപേരും കൂടി ചേർന്ന് നല്ലൊരു ജീവിതം പടുത്തുയർത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അവർ നന്നായി പോകാൻ, നല്ല മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് ആണ് കാണിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടായിരിക്കും. അങ്ങനെ സ്നേഹം തുറന്നു പറയാനുള്ള ആഗ്രഹിക്കുന്നവരും അത് സ്നേഹം തിരിച്ചറിഞ്ഞവരും തമ്മിൽ നല്ലൊരു ദിവസങ്ങളായിരിക്കും ഇതിലൂടെ ഈ ആഴ്ച കടന്നു പോകുന്നത്. അടുത്ത ഒരു കാർഡ് കൂടി നോക്കാം. ഹെർമിറ്റ് എന്നുള്ള കാർഡാണ്. ഇതിവിടെ ഒരുപാട് വേദനകളും വിഷമങ്ങളും എല്ലാം കടന്നുപോയി ജീവിതം ത്തിലെ ഞങ്ങൾ സത്യം എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു എനർജിയാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഇവർക്ക് ചിലപ്പം ജീവിതത്തിൽ നിന്ന് തിക്താനുഭവങ്ങളായിരിക്കാം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സത്യങ്ങൾ എന്താണ്? ജീവിതം മടുത്ത പോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പലരിൽ നിന്ന് പല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ട് അങ്ങനെ ഒരു മനസ്സുകൊണ്ട് വളരെ ആത്മീയമായി ഉയർന്നുള്ള ഒരു ആളുടെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിനെ ക്ലാരിറ്റി ഇതൊരു മേജർ ആർക്കാന കാർഡാണ്. ഇതും അതെ, ടെമ്പറൻസും നേരത്തെ വന്നതും മേജർ ആർക്കാന കാർഡുകളാണ്. അപ്പോൾ അത് കുറച്ച് നാൾ ഇതിൻ്റെ എനർജി നിലനിൽക്കും എന്നുള്ളത്. ഇതും ഈ ഹെർമിറ്റ് എന്നുള്ള കാർഡായാലും അത് മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാൾ ആ ഒരു എനർജി നിലനിൽക്കുന്നതാണ്. അവരെ ഒരു ആത്മീയമായ ഒരു ഉണർവിലേക്കും ചിലപ്പം വല്ല തീർത്ഥാടനങ്ങൾ നടത്താനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ആത്മീയമായി വളരെ ഉയർന്നൊരു ലെവലിലേക്ക് ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ആയിട്ടൊരു കാർഡ് എടുത്ത് നോക്കാം. കിട്ടിയിരിക്കുന്നത് ദ എംപറർ എന്നുള്ള കാർഡാണ്. ഇത് സമൂഹത്തിൽ വളരെയധികം ഉയർന്ന പൊസിഷനിലുള്ള ഒരാളാണ്. അവർ മറ്റുള്ളവരൊരു കമാൻഡിങ് പവറുള്ള ഒരാളായിരുന്നു. പക്ഷേ അവർക്കെന്തോ അതിൽ ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളോ ഈ അധികാരങ്ങളൊക്കെ വിട്ടുകഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ആത്മീയമായ തലത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും മേജർ ആർക്കാന കാർഡുകളാണ് വന്നിരിക്കുന്നത്. ഇവരുടെ എനർജി കുറച്ച് നാൾക്ക് അവർക്ക് ഇത് നമ്മളെ നമുക്ക് ഈ എനർജി നമുക്ക് മാറ്റാൻ പറ്റാത്ത എനർജിന് അതൊരു ആത്മീയമായിട്ട് നമുക്ക് നമ്മുടെ വിധി കൊണ്ടുവരുന്ന ഒരു എനർജിയാണ്. അടുത്തത് ഇനി ആരുടെ എനർജി നോക്കാം. ഒരു കാർഡ് ജസ്റ്റിസ് എന്നുള്ള കാർഡാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവിടെ നീതിന്യായം ഒക്കെ ലഭിക്കും എന്നുള്ള ഒരു ഇതാണ്. അങ്ങനത്തെ ഒരു
കാർഡാവാണ്. ഇതും മേജർ ആർക്കാന കാർഡുകളാണ്. ഇത് എന്തോ നമുക്ക് കാര്യമായുള്ള ഈ ആഴ്ചകളിൽ ആളുകളുടെ പൊതുവേ ഉള്ള ഒരു എനർജി മാറുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് കൂടുതൽ മേജർ ആർക്കാന കാർഡുകൾ വന്നിരിക്കുന്നത്. ഇതിനൊരു ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ, രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾക്കത് എന്ത് വേണം എന്നൊരു കൺഫ്യൂഷൻ, ഏത് തിരഞ്ഞെടുക്കണം, ഏത് വഴി തിരഞ്ഞെടുക്കണം, അങ്ങനെയുള്ള ഒരു ഇതിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചോയ്സായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തോ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് നീതി നടപ്പാക്കും, നിങ്ങളുടെ ഭാഗത്താണ് ശരി എന്ന് തിരിച്ചറിയും. അങ്ങനെ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നപരിഹാരം നിങ്ങൾ ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് ഇവിടെ നടപ്പാവുന്നത്. അങ്ങനെ ഒരു റീഡിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത നിങ്ങൾക്ക് ആരുടെ എനർജി നമുക്കൊരു കാർഡ് കൂടി നോക്കി നോക്കാം. ഇത് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ള ഒരു കാർഡാണ്. നിങ്ങൾക്ക് എന്തായാലും പുതിയൊരു ജോലിയോ അങ്ങനെ സംരംഭമോ എന്തോ തുടങ്ങി നിങ്ങൾ ആദ്യമായി നിങ്ങൾക്ക് വരുമാനം കിട്ടി, നിങ്ങളത് സൂക്ഷിച്ച് എടുത്തു വയ്ക്കുന്നു. നിങ്ങൾക്കത് നിങ്ങൾ ആദ്യം ഏത് ഒരാളായാലും വരുമാനം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ആ ഒരു വരുമാനം നിങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കുന്ന ഒരു എനർജിയാണ്. നമുക്കൊരു ക്ലാരിറ്റി ആയിട്ട് കാർഡ് നോക്കാം. ദ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾ ആ ഒരു പുതിയ പ്രൊഫഷനോ പുതിയ സംരംഭമോ എന്ത് കാര്യമാണെങ്കിലും നിങ്ങളതിൽ വളരെ സക്സസ് ആയി മുന്നോട്ട് പോകും. നിങ്ങളൊരു ക്വീനായിട്ട് മാറും എന്നുള്ള ഒരു ഇതാണ്. ക്വീൻ എന്നുള്ളത് എടുക്കുമ്പോൾ ഫീമെയിൽ ആവണമെന്നില്ല, ജെൻസായാലും നിങ്ങൾക്ക് അങ്ങനെ മാറിയെടുക്കാം കേട്ടോ. എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഫീമെയിൽ ഇത് എന്നുള്ളത് നോക്കണ്ട, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എനർജി മാറും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇത് എന്തിനാണെങ്കിലും, ജോലിയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളിലായാലും അതിൽ നിങ്ങൾ ഒരു ഉയർന്ന പൊസിഷനിലെത്തും എന്നുള്ള ഒരു എനർജിയാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. നമുക്ക് ഇനി ആരുടെയും ഏസ് ഓഫ് കപ്സ് അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ ഒരു നിങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടം, നിങ്ങൾ എന്തോ അതിൽ ഒരു ഇഷ്ടം നിങ്ങൾക്കുണ്ട്. പുതിയൊരു ഒരു വ്യക്തിയോടോ എന്തിനോടോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടം നിങ്ങൾക്ക് അനുഭവപ്പെട്ട, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത് ആ ഇഷ്ടം നിങ്ങൾ പറയണോ, തുറന്ന് പറയണോ എന്താണെന്നുള്ള അങ്ങനെ ഒരു ബന്ധം. ഇത് നമുക്കൊരു ക്ലാരിറ്റി ആയിട്ട് കാർഡ് കൂടി നോക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു പക്ഷേ നിങ്ങൾക്കൊരുപാട് ഇഷ്ടമുള്ള ആൾ ഒന്നുകിൽ വിദേശത്തായിരിക്കാം. ആൾ നിങ്ങൾക്കരികിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളോട് ഒരു മെസ്സേജ് അയക്കുന്നു, നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളാ ഇഷ്ടം തുറന്നു പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ആഴ്ച. അങ്ങനെ ഒരു എനർജീനെ ഇന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. നമുക്കൊരു കാർഡ് കൂടി നോക്കാം. ഇനി ഒരു ദ ഹെറോഫൻ്റ് എന്നുള്ളൊരു കാർഡാണ്. ഇതും മേജർ ആർക്കാന കാർഡാണ്. ഇത് നിങ്ങൾ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾക്ക്, ഇതായാലും ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് കാണിക്കുന്നത്. നമുക്കിതൊരു ക്ലാരിറ്റി ആയിട്ടൊരു കാർഡ് എടുക്കാം. അത് 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു സ്നേഹം, ബന്ധം, ഒരു നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടെത്തുകയോ അങ്ങനെ ഒന്നുകിൽ പെണ്ണ് കാണാൻ പോയിരിക്കുകയോ അങ്ങനെ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളി വരാനുള്ളൊരു സാധ്യത, അത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് അതിന്. നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ട്ണർ തന്നെയാണ് എന്നാണ് കാർഡ് കാണിക്കുന്നത്. ഇനി എന്തായാലും ഈ ആഴ്ച പൊതുവെ എല്ലാവർക്കും നല്ലൊരു സമയമാണ്. ഒരു ആത്മീയമായ എനർജി അങ്ങനെ ഒരു ഉള്ള സമയമാണ്. പെട്ടെന്ന് മാറുന്ന ഒരു എനർജി അല്ല. നിങ്ങൾ അങ്ങനെ ഒരു എല്ലാവരുടെയും ഒരു അങ്ങനൊരു എനർജിയുള്ള കാലം ഈ ആഴ്ച അങ്ങനെയാണെന്ന് തോന്നുന്നു. മാർച്ച് ആദ്യവാരമല്ലേ. അങ്ങനെ എന്തെങ്കിലും ഇത് നിങ്ങളുടെ ജാതകവശാലോ എങ്ങനെ എന്തെങ്കിലും രാശിമാറ്റങ്ങളോ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് ജ്യോതിഷം അത്ര അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു സമയമായിരിക്കാം, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ മേജർ ആർക്കാന കാർഡുകൾ വന്നിരിക്കുന്നത്. നമുക്കൊരു ഓർക്കൽ മെസ്സേജ് കൂടി നോക്കാം. കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. കോംപ്രമൈസ്, ഫൊർഗീവ്,
വർക്ക് ഇറ്റ് ഔട്ട്. എന്തായാലും നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ ഒരു കാർഡ് കൂടി നോക്കി നോക്കാം. എന്താണ് ഇങ്ങനെ വന്നത്? ഹെൽത്ത് എന്നുള്ളൊരു കാർഡ് കൂടി കിട്ടിയിരിക്കുന്നു. ഹെൽത്ത് ഇഷ്യൂസ് കുഡ് അറൈസ്. അതായത് നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഗൈഡൻസാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് എൻ്റെ എല്ലാ ദിവസത്തെയും വീഡിയോസ് നിങ്ങൾക്ക് വരികയുള്ളൂ. ഇത് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു യൂണിവേഴ്സ്.